ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കേട്ടോ. നമ്മുടെ അരിപ്പൊടിയോ പച്ചരിയോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഏറ്റവും എളുപ്പത്തിൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തലേന്ന് അരി കുതിർത്ത് വയ്ക്കുകയോ അതേപോലെ തന്നെ പുളിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഉപയോഗിക്കുകയോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന 2-3 ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ കൂടെയോ നമ്മുടെ തേങ്ങ ചമ്മന്തിയുടെ കൂടെയോ തക്കാളി ചമ്മന്തിയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി ചമ്മന്തിയുടെയോ സാമ്പാറിൻ്റെയോ കടലക്കറിയുടെയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് കുത്തുകളൊക്കെ വീഴുന്ന ശരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരോട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി അപ്പം റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ അപ്പം റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ജാർ എടുക്കുക കേട്ടോ. എന്നാലാണ് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിനകത്തേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് റവയായിട്ട് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ റവയുടെ കൂടെ തന്നെ 1 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം റവ എടുത്തോ അത്രത്തോളം തന്നെ അവലെടുക്കണം. നന്നായിട്ട് കുത്തി നിറച്ചിരിക്കുന്ന കപ്പൊന്നുമല്ല, സാധാരണ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. 1 കപ്പ്. ഇതിപ്പോൾ ഞാൻ ചുമന്ന അവലാട്ടോ എടുത്തിരിക്കുന്നത്. ഡബിൾ ഹോഴ്സിൻ്റെ തീരെ കനം കുറഞ്ഞ് ചുമന്ന അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകോ കുതിർക്കോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. അവലങ്ങ് നേരെ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ ഈ അവലും റവയും നന്നായിട്ട് തന്നെ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട, നന്നായിട്ട് ഫൈനായിട്ട് ഇങ്ങ് പൊടിച്ചെടുത്തുകൊണ്ട് വന്നാൽ മാത്രം മതി. കണ്ടോ, നമ്മുടെ അവലും റവയും നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തരിതരിപ്പോ അങ്ങനെയൊന്നും തന്നെ ഇല്ലാതെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. കണ്ടോ, ഇവിടെ ഇപ്പോൾ അവലും റവയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ 1/2 കപ്പ് തൈരാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയും 1 കപ്പ് അവലും അതേപോലെ തന്നെ 1/2 കപ്പ് തൈരുമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈരൊന്നുമല്ല, ഒരു ഇടത്തരം, തീരെ പുളി ഇല്ലാതെയും ആകരുത് കേട്ടോ. അപ്പോൾ അതുപോലെ 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും വേണമെന്നില്ല, ഒരു സ്പൂൺ വെച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയോ. ഞാനിവിടെ 1 കപ്പ് വെള്ളമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ റവയൊക്കെ എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നോർമൽ വെള്ളം തന്നെയാണ്. ഈ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുത്തുകൊണ്ട് വരാം. കേട്ടതാ, എല്ലാം കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ആദ്യം ചേർക്കാനായിട്ട്. ഒരുപാട് വെള്ളം ആദ്യമേ ചേർത്ത് അരയ്ക്കരുത് കേട്ടോ. ഇതേപോലെ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ചില റവയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊന്ന് വ്യത്യാസം വന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നോക്കിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ടെന്ന്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ റവയുടെ മിക്സ് ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, വെള്ളം ഒഴിച്ച് അരച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം വരാനായിട്ട്. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ അരക്കില്ലേ, ആ ഒരു വെള്ളത്തിൻ്റെ പരുവുണ്ടല്ലോ, അത് നോക്കിയിട്ട് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി നമ്മുടെ ഈ മിക്സിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് ഓപ്ഷണലാട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയും ഉപ്പും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആ മിക്സിലേക്ക് നല്ലപോലെ തന്നെ ഒന്ന് അരിഞ്ഞ് ചേരണം. അങ്ങനെ നന്നായിട്ട് മിക്സായി വന്നതിനകത്തേക്ക് ഏകദേശം 1 ടീസ്പൂൺ എടുത്ത് ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റോ അങ്ങനെയൊന്നും തന്നെ ചേർക്കാത്തതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനോ പൗഡർ ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിലും 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ശരിക്കും അപ്പവും ഇഡ്ഡലിയൊക്കെ ഇങ്ങ് പുളിച്ച് വരുമല്ലോ, ദോശയുടെ മാവൊക്കെ ഇങ്ങ് പുളിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ തന്നെ നമ്മുടെ മാവ് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ ഒന്ന് മിക്സ് ചെയ്താൽ പോരെ, ശരിക്കും ഒരു 4-5 തവണ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ശരിക്കും ഒന്ന് പുളിച്ച പരുവത്തിൽ നമുക്ക് കിട്ടും നമ്മുടെ മാവ്. അപ്പോൾ ഇതാണ് കറക്റ്റുള്ള പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ചേർക്കാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല എന്ന് കരുതിയും ഒരു കുഴപ്പമില്ല. പാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായ പാനകത്തേക്ക് കുറച്ച് ഓയിൽ പതുക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും പറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ദോശയുടെ മാവ് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ ദോശയുടെ മാവ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് കുത്തുകളൊക്കെ വീണ് അടിപൊളിയായിട്ട് തന്നെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ അപ്പം തൊക്കെ ചുട്ടെടുക്കില്ല, അതേപോലെ തന്നെ നമ്മുടെ ഈ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുത്തുകളൊക്കെ വീണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിൽ മാത്രം വെച്ചാൽ മതി, ഒരുപാടും കൂട്ടി വെക്കേണ്ട, പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിയുമ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, ശരിക്കും കുത്തുകളൊക്കെ വീണ് നന്നായിട്ട് തന്നെ പൊങ്ങി അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ അപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പൊങ്ങി നന്നായിട്ട് കുത്തുകളൊക്കെ വീണ്. സാധാരണ നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണോ അപ്പം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് അപ്പം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് പതുക്കെ അടുത്ത വശവും കൂടി ഒന്ന് മുരിയാനായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ 2 വശവും നന്നായിട്ടൊന്ന് മുരിയിച്ചിട്ടാണ് എപ്പോഴും അപ്പം റെഡിയാക്കി എടുക്കാറ്. കണ്ടോ, 2 വശമൊന്നും മുരിഞ്ഞ് നന്നായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത അപ്പം പെട്ടെന്ന് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ തവണ നമ്മൾ ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ലെണ്ണയോ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ റവയും അവലും തൈരും ഉപയോഗിച്ചുകൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ അപ്പം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. രാവിലെയൊക്കെ ഒരുപാട് തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തട്ടിക്കുട്ടിയായിട്ടാണ് അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏത് കറിയുടെ കൂടെയാണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. ഞാനിവിടെ 1 കപ്പ് റവയെന്നും അതേപോലെ തന്നെ അവലിന്നും ഏകദേശം 9 അപ്പം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരേ കനത്തിലുള്ള 9 അപ്പമാണ് നമ്മൾ ചുട്ടെടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലുള്ള അപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ എന്തായാലും അറിയിക്കണം കേട്ടോ. കൂടെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് മുമ്പായിട്ട് വേറെയും ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും അതേപോലെ തന്നെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന കറിയുടെ റെസിപ്പീസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.